ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം കഷ്ടത അല്ലെങ്കിൽ പരീക്ഷ, ട്രിബുലേഷൻസ് ഓർ ട്രയൽസ്. ഒരു പാട്ടിൻ്റെ വരി ഇപ്രകാരമായിരിക്കുന്നു: ക്രിസ്തീയ ജീവിതം ഒരു സൗഭാഗ്യ ജീവിതം. അതെ, തീർച്ചയായും ക്രിസ്തീയ ജീവിതം ഒരു സൗഭാഗ്യ ജീവിതം തന്നെയാണ്. ഇതുപോലൊരു സൗഭാഗ്യം വേറെ ഈ ഭൂമിയിലില്ല. എന്നാൽ ഈ ഭൂമിയിലെ യാത്ര അത്ര എളുപ്പവും സുഖകരവുമായ യാത്രയല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് യേശു കർത്താവ് തന്നെയാണ് പറയുന്നത്. അതെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം നോക്കിയാൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്, ദൈവം അവരുടെ പീഡനം കണ്ട് നിലവിളി കേട്ട് അവരെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്കുള്ള യാത്ര പുറപ്പെടുവിച്ചു. എന്നാൽ ഈ യാത്രയിൽ അവർ പാളയം ഇറങ്ങിയ ഓരോ ഇടത്തും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആദ്യം ചെങ്കടൽ, കയ്പുള്ള വെള്ളം, ആഹാരം, യോർദാൻ, യെരിഹോ മതിൽ, യുദ്ധങ്ങൾ. ഓരോ പരീക്ഷകൾ വരുമ്പോൾ അവർ ദൈവത്തോട് പിറുപിറുക്കുന്നു, മത്സരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ നോക്കി വിളിച്ചത് മത്സരികളെന്നും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉള്ളവർ എന്നുമാണ്. അതുകൊണ്ട് ദൈവത്തെയും അവൻ്റെ വാക്കുകളെയും വിശ്വസിക്കാത്ത ആരും കനാൻ ദേശം പ്രവേശിച്ചില്ല. അതേ പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ പലവിധമായ കഷ്ടങ്ങൾ, പരീക്ഷകൾ നാം നേരിടേണ്ടതായി വരും. ഈ സമയത്ത് നാം ദൈവത്തെ അവിശ്വസിക്കുകയോ പിറുപിറുക്കുകയോ മത്സരിക്കുകയോ ചെയ്യാതെ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച യേശുവിനെ ധ്യാനിച്ചുകൊള്ളണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവൻ ആകുന്നു. അതെ, നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവൻ തന്നെ. കർത്താവ് വിശ്വസ്തൻ. നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നമുക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനം 50:15 വാക്യം: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വാക്യം: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അതെ, നാം കഷ്ടകാലത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം അരുളുന്ന ദൈവമാണ്. നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ മഹത്വപ്പെടുത്തുകയും അതുപോലെ കർത്താവ് നമ്മളിൽ മഹത്വം എടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ പതറിപ്പോകാതെ അവൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ മുറുകെ പിടിച്ച് ആ നിത്യത കൈവശമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.